അവിടെ ഭഗവാൻ പറയാണ്, താൽക്കാലികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് ശാശ്വതമായിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള എറ്റേണൽ ആയിട്ടുള്ള സന്തോഷം നേടാൻ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ശ്രമിക്കുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരണമെന്ന് ചോദിക്കണം ഭഗവാൻ. പെർമനൻസി ഇല്ലാത്ത ബന്ധങ്ങളിൽ നിന്ന്, റിലേഷൻഷിപ്പുകളിൽ നിന്ന് പെർമനൻ്റ് ആയിട്ടുള്ള ജോയ് എങ്ങനെ ഉണ്ടാവും? ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം അവിടെയാണ്. ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ആൾക്കാരെ സ്നേഹിക്കരുതെന്ന്. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഭഗവാൻ പറയണ ഇത്രയേ ഉള്ളൂ, യു ആർ ട്രൈങ് ടു ഗെറ്റ് പെർമനൻറ്റ് ഹാപ്പിനെസ് ഫ്രം ടെമ്പററി റിലേഷൻഷിപ്സ്. ഒരിക്കലും ഡു നോട്ട് ലവ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടില്ല ഭഗവാൻ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പാടില്ല എന്ന് എവിടെയും കൃഷ്ണൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. യുദ്ധം ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും സ്നേഹിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ഭഗവാൻ. ചില ആൾക്കാർ ആ തരത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്ന കാണാം. ഭഗവാൻ ആകെ പറഞ്ഞത്, നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആളുകളെ ആശ്രയിക്കരുത്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ പീപ്പിൾ ഫോർ യുവർ ഇന്നർ കംപ്ലീറ്റ്നെസ്. വെരി ക്ലിയറാണ് ആ കാര്യത്തിൽ. നമ്മുടെ ഒക്കെ പ്രശ്നം അവിടെ കിടക്കണം. നമ്മൾ അകത്തെ പൂർണ്ണതയ്ക്ക് വേണ്ടി പുറത്തുള്ളവരെ ആശ്രയിക്കും.